ഷാജു മുല്ലൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കറ്റാർവാഴയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുൻപ് ഞാനൊരു വീഡിയോ കറ്റാർവാഴയെക്കുറിച്ച് ചെയ്തിരുന്നു. ഇത് മറ്റൊരു പുതിയ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. കറ്റാർവാഴ സാധാരണയായിട്ട് സൗന്ദര്യവർദ്ധകവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെടികൾക്ക് ഇതെങ്ങനെ ഒരു വളമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ധാരാളം ധാതുക്കളും മൂലകങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കറ്റാർവാഴയിൽ. അപ്പോൾ നമുക്ക് ചെടികൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒത്തിരി എൻസൈമുകളാൽ സമ്പന്നമാണ് കറ്റാർവാഴ. അപ്പോൾ മറ്റുള്ള ചെടികളുടെ വളർച്ചയെ സമ്പുഷ്ടമാക്കാനായിട്ട് ഈ എൻസൈമുകൾ കൊണ്ട് സാധിക്കും. കറ്റാർവാഴയുടെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഫംഗസ് രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒത്തിരി മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെടികൾ ആരോഗ്യത്തോടെ പെട്ടെന്ന് വളരുന്നതായിരിക്കും. പൂക്കുന്നതിനും കായ്ക്കുന്നതിനും മുരടിപ്പ്, ഇലകളിലുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ എന്നിവ മാറ്റുന്നതിനും ഈ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് സഹായിക്കും. കറ്റാർവാഴയുടെ പൾപ്പ് ലൈനി പ്രയോഗത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. പുതിയ ചെടികളുടെ പ്രൊപ്പഗേഷനിൽ, അതായത് പുതിയ ചെടികൾക്ക് എളുപ്പം വേര് പിടിപ്പിക്കാൻ ജെല്ലായും നേരിട്ടും കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട്. ചില ചെടികൾക്ക് വേര് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ജെൽ പ്രയോഗം നടത്താറുണ്ട്. മറ്റ് പല ചെടികളും കമ്പുകളോ മറ്റൊക്കെ ആണെങ്കിൽ കറ്റാർവാഴയിലേക്ക് ഇറക്കി വെച്ച് ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ഇറക്കി വെച്ച് അങ്ങനെയും വേര് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ കറ്റാർവാഴ ഒരു വളമായിട്ട് എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നല്ലൊരു ഇല അഥവാ പോള കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം നല്ലൊരു പോളയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് യൂസ് ഔട്ട് ചെയ്ത് വരുന്ന ഈ ദ്രാവകം നമുക്ക് മാറ്റിക്കളയണം. അതിന് നമ്മൾ 1 മണിക്കൂർ നേരം ഇതൊരു പാത്രത്തിലോ ഗ്ലാസ്സിലോ ചാരി വയ്ക്കുക. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലീഫ്, അതിൽ നിന്നും ആ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം യൂസ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദ്രാവകം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുള്ളൊന്നും കളയണമെന്നില്ല, ഡയറക്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. മുള്ളൊന്നും കളയണമെന്നില്ല, നമ്മളൊരു 3-4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, അങ്ങനെ തന്നെ നമുക്കിട്ട് അടിച്ചെടുക്കാം. ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, കണ്ടോ? നല്ലപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്, ഉണ്ടോ? ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്തിട്ടുള്ള ഈ ജെല്ലി ബക്കറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഇതാ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതാ 2 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ആ പാത്രം കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇളക്കി മിക്സ് ആക്കണം. ഇങ്ങനെ ഇതാ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജ് എക്സ്ട്രാക്റ്റ് ഉണ്ടോ? ഇത് വെജ് എക്സ്ട്രാക്റ്റാണ്. ഈ വെജ് എക്സ്ട്രാക്റ്റ് കൂടി ഞാനിതിലേക്ക്
ഒരു 1/2 ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നിറം സ്വാഭാവികമായിട്ടും മാറും. ഇനി നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കട ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് സൈഡിൽ വേണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ചെടികൾക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. നോക്കി കേട്ടോ. എൻ്റെ തലയിൽ കാണിക്കണ്ടേ, ഇത് നോക്കട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.